ജനുവരി 24 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്, വിശുദ്ധ അർമേത്തിയൂസ്, വിശുദ്ധ ബാബിലാസ്, വിശുദ്ധ ഉർബൻ, വിശുദ്ധ പ്രതിലാൻ, വിശുദ്ധ എപ്പോളോണിയൂസ്, വിശുദ്ധ ബെർട്രാൻഡ്, വിശുദ്ധ കദോക്. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് 1566-1622 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ജീവിച്ചിരുന്നത്. 1567 ഓഗസ്റ്റ് 21 സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്കടുത്തുള്ള സാവോയ് രാജ്യത്തിലെ ചാറ്റോ ഡി സെയിൽസിലെ ഒരു കുലീന കുടുംബത്തിലാണ് സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് ജനിച്ചത്. അദ്ദേഹം സഭയുടെ ബിഷപ്പും ഡോക്ടറുമായിരുന്നു. ഫ്രാൻസിസ് ബുദ്ധിമാനും സൗമ്യനുമായിരുന്നു. ചെറുപ്പം മുതലേ ദൈവത്തെ സേവിക്കാൻ അവൻ ആഗ്രഹിച്ചു. തനിക്ക് പൗരോഹിത്യത്തിലേക്ക് ഒരു വിളിയുണ്ടെന്ന് വർഷങ്ങളായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അത് തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി അവൻ നിയമത്തിലും രാഷ്ട്രീയത്തിലും പ്രവേശിക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. 1580 ഫ്രാൻസിസ് പാരീസ് സർവകലാശാലയിൽ ചേർന്നു. 24-ാം വയസ്സിൽ പാദുവ സർവകലാശാലയിൽ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. എല്ലാ സമയത്തും അവൻ ദൈവത്തോടുള്ള അഭിനിവേശം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം ദൈവശാസ്ത്രം പഠിക്കുകയും മാനസിക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. എന്നാൽ തൻ്റെ ഭക്തിയെക്കുറിച്ച് മൗനം പാലിച്ചു. അച്ഛനെ സന്തോഷിപ്പിക്കാൻ അവൻ ഫെൻസിങ്ങും സവാരിയും പഠിച്ചു. ഒരു ദിവസം സവാരി ചെയ്യുന്നതിനിടയിൽ ദൈവം ഫ്രാൻസിസിനോട് തൻ്റെ ഇഷ്ടം വ്യക്തമാക്കി. അന്ന് ഫ്രാൻസിസ് തൻ്റെ കുതിരപ്പുറത്ത് നിന്നും 3 തവണ വീണു. ഓരോ തവണ വീഴുമ്പോഴും ദൈവത്തിൽ നിന്നും ഒരു സ്വരം അദ്ദേഹത്തിന് ശ്രവിക്കാനിടയായി. പിതാവിൽ നിന്നുള്ള ഏറെ ചർച്ചകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ശേഷം 1593 ജനീവ ബിഷപ്പ് ഫ്രാൻസിസ് പൗരോഹിത്യം സ്വീകരിക്കുകയും ജനീവ രൂപതയുടെ പ്രൊവോസ്റ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൻ്റെ കാലത്ത് കാൽവനിസ്റ്റ് പ്രദേശത്തിനടുത്താണ് ഫ്രാൻസിസ് താമസിച്ചിരുന്നത്. 60,000 കാൽവിനിസ്റ്റുകളെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു പര്യവേഷണം നയിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. 3 വർഷത്തോളം അവൻ ഗ്രാമപ്രദേശങ്ങളിലൂടെ നടന്നു. അവൻ്റെ മുഖത്ത് വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടു. കല്ലുകൾ അവൻ്റെ നേരെ എറിയപ്പെട്ടു. കഠിനമായ ശൈത്യകാലത്ത് അവൻ്റെ കാലുകൾ വല്ലാതെ മരവിച്ചു. മഞ്ഞിലൂടെ ചവിട്ടിയപ്പോൾ കാലിലൂടെ രക്തമൊഴുകി. ഫ്രാൻസിസിൻ്റെ അസാധാരണമായ ക്ഷമ അവനെ ജോലിയിൽ നിലനിർത്തി. ആരും അവനെ ശ്രദ്ധിക്കില്ലെങ്കിലും ആരും അവനു വേണ്ടി വാതിൽ തുറക്കുകയുമില്ലായിരുന്നു. അങ്ങനെ ഫ്രാൻസിസ് വാതിലിനടിയിൽ കയറാൻ ഒരു വഴി കണ്ടെത്തി. യഥാർത്ഥ കത്തോലിക്ക സിദ്ധാന്തം വിശദീകരിക്കാൻ അദ്ദേഹം ചെറിയ ലഘുലേഖകൾ എഴുതി വാതിലിനടിയിൽ നിന്ന് അത് അകത്തേക്കിട്ടു. സഭയിൽ നിന്നകന്നുപോയ ആളുകളോട് യഥാർത്ഥ കത്തോലിക്ക വിശ്വാസം ആശയവിനിമയം നടത്താൻ മതപരമായ ലഘുലേഖകൾ ഉപയോഗിച്ചതിൻ്റെ ആദ്യ രേഖകളിൽ ഒന്നാണിത്. മാതാപിതാക്കൾ അവൻ്റെ അടുത്തേക്ക് വരാത്തതിനാൽ ഫ്രാൻസിസ് കുട്ടികളുടെ അടുത്തേക്ക് പോയി. അവൻ കുട്ടികളുമായി കളിക്കുന്നത് എത്ര ദയുള്ളവനാണെന്ന് കണ്ട മാതാപിതാക്കൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ് വീട് തിരിച്ചെത്തിയപ്പോഴേക്കും 40,000 പേരെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഫ്രാൻസിലെ പോപ്പ് ക്ലെമന്റ് 8-ാമൻ, ഹെൻറി 4-ാമൻ എന്നിവരുമായി അദ്ദേഹം അത്ഭുതകരമായ സഖ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 1601 ഫ്രാൻസിസ് ഹെൻറി 4-ാമൻ്റെ നയതന്ത്ര ദൗത്യത്തിൽ അദ്ദേഹം ചേർന്നു. റോയൽ ചാപ്പലിൽ അദ്ദേഹം നോമ്പുകാല പ്രഭാഷണങ്ങൾ നടത്തി. ഹെൻറി ഫ്രാൻസിസിനോട് അടുപ്പം വളർത്തി. ഭക്തനും അറിവുള്ളവനും മാന്യനുമായ ഒരു അപൂർവ പക്ഷിയായിട്ടാണ് അവനെ കണ്ടത്. 1602 ബിഷപ്പ് ഗ്രാനിയർ മരിച്ചു. ഫ്രാൻസിസ് ജനീവയിലെ ബിഷപ്പും വിശുദ്ധനുമായി. അദ്ദേഹം ആൻസിയസിൽ തുടർന്നു. 1604 ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പുകളിൽ ഒന്നെടുത്തു. അസാധാരണമായ വിശുദ്ധിയിലേക്കും ദൈവവുമായുള്ള നിഗൂഢതയിലേക്കും ഐക്യത്തിലേക്ക് അത് നയിച്ചു. ഡിജോണിൽ ഒരു വിധവ തൻ്റെ പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കുന്നത് ഫ്രാൻസിസ് കണ്ടു. ഫ്രാൻസിസ് അങ്ങനെ ആ വിധവയെ പരിചയപ്പെട്ടു. പിന്നീട് ജെയിനുമായി പ്രവർത്തിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ മതസമൂഹം രൂപീകരിക്കാൻ അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. 1610 അദ്ദേഹം ദി ഓർഡർ ഓഫ് വിസിറ്റേഷൻ സ്ഥാപിച്ചു. പ്രസംഗം, സന്ദർശനം, പ്രബോധനം എന്നിവയുടെ നിരന്തരമായ ഭാരം കാരണം ഫ്രാൻസിസിന് അമിത ജോലി എടുക്കേണ്ടി വരികയും അങ്ങനെ പലപ്പോഴും അസുഖബാധിതനായി മാറുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കൽ ജെയിനിൽ എഴുതി: അവരെ സേവിക്കുന്നതിനായി പലരും എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എന്നെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. എന്നിരുന്നാലും എനിക്ക് ആഴത്തിലുള്ള മാനസികാവസ്ഥ അനുഭവപ്പെടുന്നുവെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എൻ്റെ ഉള്ളിൽ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ഇത്തരത്തിലുള്ള ജോലി എനിക്ക് അനന്തമായി ലാഭകരമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം സജീവമായ ജോലി തൻ്റെ ആത്മീയ ആന്തരിക സമാധാനത്തെ ദുർബലപ്പെടുത്തുകയല്ല, മറിച്ച് അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം എഴുതിയത്. കത്തുകളിലൂടെ മിക്ക ആളുകൾക്കും ഫ്രാൻസിസ് ആത്മീയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ജീവിതത്തിൻ്റെ യഥാർത്ഥ വിശുദ്ധി കൈവരിക്കുക എന്നത് പുരോഹിതന്മാർക്കും മതജീവിതത്തിലുള്ളവർക്കും മാത്രമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ സാധാരണക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിൽ അവരുടേതായ അവസ്ഥയിൽ ജീവിക്കണമെന്നും ഫ്രാൻസിസ് നിർബന്ധിച്ചു. വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിനെ പിൻചെല്ലാനാണ് അദ്ദേഹം പഠിപ്പിച്ചത്. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഷന്താൾ എന്ന വിധവയുടെ സഹകരണത്തോടെ വിശുദ്ധൻ സ്ഥാപിച്ച വിസിറ്റേഷൻ സഭ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സജീവമായി നിലകൊള്ളുന്നു. രോഗീലേപനം സ്വീകരിച്ച ശേഷം ഫ്രാൻസിസ് പറഞ്ഞു, എൻ്റെ ഹൃദയമേ, എൻ്റെ ശരീരമേ, സജീവനായ ദൈവത്തിൽ ആനന്ദിക്കുക. അനവരതം കർത്താവിൻ്റെ സ്തുതികൾ ഞാൻ പാടും. എന്ന് ഞാൻ അങ്ങയുടെ മുൻപിൽ നിൽക്കും. എൻ്റെ പ്രിയനെ, അങ്ങ് എവിടെ വസിക്കുന്നു, എവിടെ ഭക്ഷിക്കുന്നു? എൻ്റെ ആഗ്രഹം അങ്ങേക്കറിയാം. എൻ്റെ നെടുവീർപ്പുകൾ അങ്ങേക്ക് അജ്ഞാതമല്ല. എൻ്റെ ദൈവമേ, എൻ്റെ സർവ്വസ്വമേ, നിത്യഗിരികളുടെ ആഗ്രഹം തന്നെയാണ് എൻ്റെ ആഗ്രഹവും. ഫ്രാൻസിസ് സെയിൽസിന് 20 വർഷം വേണ്ടി വന്നു തൻ്റെ മുൻകോപത്തെ നിയന്ത്രിക്കാൻ. എന്നാൽ എപ്പോഴും കരുണയും ശാന്തമായും വ്യാപിച്ചിരുന്ന പരിശുദ്ധന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. നിത്യമായ അദ്ദേഹത്തിൻ്റെ പ്രസന്നതയും ശാന്തതയും അദ്ദേഹത്തിന് സൗമ്യനായ വിശുദ്ധൻ എന്ന പേര് നേടിക്കൊടുത്തു. സഹനം കൂടാതെ വിശുദ്ധിയില്ല എന്ന് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അദ്ദേഹം 1622 ഡിസംബർ 8 ഒരു കന്യാസ്ത്രീക്ക് തൻ്റെ അവസാന ഉപദേശം നൽകിയിരുന്നു. എന്നും വിനയപൂർവ്വം ലോകത്ത് പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വിശുദ്ധ ഫ്രാൻസിസ് ദി സെയിൽസിനെ 1665 ജനുവരി 8 വാഴ്ത്തപ്പെട്ടവനായും 1665 ഏപ്രിൽ 19 അലക്സാണ്ടർ 7 മാർപ്പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. 1923 പയസ് 11 മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിനെ കത്തോലിക്ക എഴുത്തുകാരുടെയും കത്തോലിക്ക പത്രങ്ങളുടെയും രക്ഷാധികാരിയായി നാമകരണം ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസെ, ലോകത്ത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.